താങ്കൾ ഡയറക്ട് ചെയ്യുന്ന പടങ്ങളിലും ഒക്കെ ബേസ് ലെയർ അഭിനയിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അഭിനയിക്കുന്നുണ്ടല്ലോ 3 സിനിമകളിലും ഡയറക്ടറാന്ന് വെച്ച് സ്വന്തം പടത്തിൽ അങ്ങനെ കയറി അഭിനയിക്കാവോ? അപ്പൊ ആക്ച്വലി ആക്ടിംഗ് ആണോ നമ്മളുടെ ഏറ്റവും ഇഷ്ടം? ഒരിക്കലല്ലേ ഡയറക്ടർ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ പടത്തിലൊക്കെ ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കില്ല. എന്തിനാണ് ടോവിനോനൊക്കെ അഭിനയിപ്പിച്ചിട്ട് മിന്നൽ മുരളിയുടെ ബേസിൽ ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിക്കുന്നു, ഞാൻ ചെയ്യും. നീയാ ചെയ്യുന്നെങ്കിൽ ഞാൻ സോറി ടൊവി കേട്ടല്ലോ അല്ലേ, എന്തിന് ടൊവിനൊക്കെ ഞാൻ അഭിനയിച്ച പോരായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ നമ്മൾ ഈ ചെറിയ വേഷമാണെങ്കിലും ചെയ്യുമ്പോഴേ അത് ഞാൻ ചെയ്യാം എന്നുള്ള തീരുമാനം എപ്പോഴാണ് വരുന്നത്? അല്ല, അതൊന്നൊരു ഗുഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗോതയില് ബാക്കിൽ കൂടെ ഫുട്ബോളായിട്ട് ഓടിപ്പോകുന്നതാണോ വേഷം? അത് ആരും ചെയ്യാൻ കിട്ടാത്തോണ്ട് അവൻ തന്നെ കയറി അഭിനയിക്കുന്നു. മിന്നൽ മുറിയിൽ കവലയിൽ പ്രസംഗം അത് വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു. മഞ്ജുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ കയറി ഡയറക്ടർ വെച്ച് ബാക്കി ഒരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് ചെയ്യാൻ. ഒരു ചേട്ടൻ വന്നതാന്ന് പറയുന്ന ഒരു പ്രസംഗം പണത്തിന് അധികാരത്തിന് അങ്ങനെ പോണ സാധനമാണ്. അപ്പൊ ചേട്ടൻ അത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങനെ അതങ്ങ് ഏറ്റെടുത്ത് അങ്ങനെ ചെയ്തത്. അത് ആ ക്യാരക്ടർ തന്നെ മിന്നൽ മുരളിയിലും വരുന്നത്. അപ്പൊ അങ്ങനെയാണ് മിന്നൽ മുരളിയിൽ അഭിനയിക്കുന്നത്. റീസൺ വെറുതെ അങ്ങനെ കയറി അഭിനയിക്കുന്നൊന്നല്ല. എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടെന്ന്. എനിക്ക് പറഞ്ഞ മറ്റേ അഭിനയിക്കരുത് കേട്ടോ, എനിക്ക് സ്വന്തം പടത്തിൽ കയറി. അതായിരുന്നു മഞ്ജു ആദ്യം തുടങ്ങിയത്. വൈ യു ഡു ദാറ്റ്.